വാലന്റൈൻസ് ഡേ ആയിട്ട് നമുക്കിന്ന് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് വൈകുന്നേരം ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന്. നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ പള്ളിപ്പെരുന്നാളായിരുന്നു. അപ്പോൾ നല്ല രസത്തിൽ ഇങ്ങനെ അലങ്കരിച്ചേക്കുന്നതൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വീഡിയോയിൽ പകർത്താൻ തോന്നി, ഞാൻ പകർത്തിയതാണ്. നല്ല രസമുണ്ട് കാണാനായിട്ടുള്ള. അങ്ങനെ നമ്മൾ നേരെ ഏറ്റുമാനൂർക്കാണ് പോകുന്നത്. ഏറ്റുമാനൂർ സ്ഥലം ഹാങ് ഔട്ടാണ്. ഞാൻ ഓൾറെഡി കോട്ടയംകാരോട് പ്രത്യേകിച്ച് പറയണ്ട, നമ്മുടെ കോട്ടയത്ത് രാത്രി 2 മണി വരെ തുറന്നു നിൽക്കുന്ന സ്ഥലമാണ്. ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫുഡുകൾ കഴിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ആംബിയൻസ് നല്ല അടിപൊളിയാണ്. അപ്പം നേരത്തെ നമ്മുടെ കോട്ടയത്ത് പെട്ടെന്ന് എല്ലാ കടകളും അടയ്ക്കും എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഒരു പ്രതിവിധിയാണ് നമ്മുടെ ഹാങ് ഔട്ട്. പിന്നെ അവിടെ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഇൻറ്റീരിയേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും പോകുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീലാണ്. പിന്നെ കുറേ സ്പോട്ടുകളുണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഓൾമോസ്റ്റ് അവിടെ മിക്കവാറും പരിപാടിയും കാര്യങ്ങളും ബാൻഡുകളൊക്കെ വന്ന് പാട്ടൊക്കെ പാടാറുണ്ട്. പിന്നെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്നും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോയി നിൽക്കുവാണ്. അപ്പോൾ ജിതിയും കണ്ണപ്പനും കൂടി ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കൂടെ ആരാ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞില്ല. രമ്യയും കണ്ണപ്പനും അതുപോലെ തന്നെ റിച്ചുകുട്ടനും പോപ്പിയാണ് നമ്മളിവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാണ്. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ച് അവിടെ നിന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ കേട്ടിങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നല്ല രസമാട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങളുടെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. പോപ്പിക്കുട്ടൻ്റെ ക്യാമറ അത്ര ഇഷ്ടമല്ല. സോ അങ്ങനെ നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ പരിപാടി ഇതൊക്കെയാണ്. പിന്നെ അവിടെ പോകുമ്പോൾ അറിയാം, ഓൾറെഡി നല്ല രസത്തിൽ നമുക്ക് കുറേ നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ കുറേ നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. സോ ഇത്രയുള്ള ഈ വീഡിയോയിൽ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.